112/2024 കാറ്റഗറി നമ്മൾ PS നടത്തിയ ലബോറട്ടറി അറ്റൻഡന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഇത് രചിച്ചത് ക്ലമന്റ് പിയാനേഷ്യസ്. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണമാണ് വർത്തമാന പുസ്തകം അഥവാ റോമായാത്ര. ഇത് എഴുതിയത് പാറമേക്കൽ റോമ കത്തനാർ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യ പത്രങ്ങളായ രാജസമാചാരം, പക്ഷിമോദയം എന്നിവ പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ട്. താഴെ തന്നിട്ടുള്ളവയെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ചാനാർ കലാപം നടന്നിട്ടുള്ളത് 1859, ഗുരുവായൂർ സത്യാഗ്രഹം 1931, കൂട്ടംകുളം സമരം 1946, പാലിയം സത്യാഗ്രഹം 1947. ചേരുംപടി ചേർക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബറേലി, റോഹിൽഘട്ട് എന്നിവിടങ്ങളിൽ 1857 കലാപത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ. ബറൌട്ട് പാർഗാനയിൽ ഷാമൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ബീഹാർ, ആര, ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ കൻവർ സിംഗ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് ബൽഗാം സമ്മേളനം 1924. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് ബൽഗാം സമ്മേളനം 1924. 1907 സൂററ്റ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് റാഷ് ബിഹാരി ഘോഷ്. 1916 ലക്നൗ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് IC മജുംദാർ. 1938 ഹരിപുര സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം കോഴിക്കോട്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലുള്ളവയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നീ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നവയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത്? ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി മാനസ്, സുബൻസിരി എന്നതാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി മാനസ്, സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷക നദികൾ ഓർത്തിരിക്കാനുള്ള കോഡാണ് മാലതി സൂപ്പർ. മാ മാനസ്, ല ലോഹിത്, ടി തീസ്റ്റ, സ സുബൻസിരി. ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശമാണ് അട്ടപ്പാടി. ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശമാണ് അട്ടപ്പാടി. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത്. 4 നൂറ്റാണ്ട് മുന്നേ വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഈ പുഴ ഇപ്പോൾ ഒഴുക്ക് വീണ്ടെടുത്തിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഉയർന്ന സംവഹന പ്രക്രിയയുടെ ഫലമായി പഞ്ഞിക്കെട്ട് പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങൾ ക്യുമുലസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ സിറസ് മേഘങ്ങൾ. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ
ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ നിംബസ് മേഘങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലമാണ് ഭുവൻ ഹസാരിക സേതു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലമാണ് ഭുവൻ ഹസാരിക സേതു. ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭുവൻ ഹസാരിക പാലം ഓർ ധോള സാദിയ പാലം. ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ലോഹിത് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി രശ്മി, മാല, ശ്രീലങ്ക എന്നതാണ്. രശ്മി, മാല എന്നീ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയത് ശ്രീലങ്കയാണ്. നിഷ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ബംഗ്ലാദേശ്. വാർദ, ഫാനൂസ് എന്നീ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയത് പാകിസ്ഥാൻ. താനെ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് മ്യാൻമർ. ജവാദ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് സൗദി അറേബ്യ. നിവർ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഇറാൻ. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകളാണ് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും. നബാർഡ് സ്ഥാപിതമായ വർഷം. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ബി ശിവരാമൻ കമ്മീഷൻ. നബാർഡിന്റെ പ്രഥമ ചെയർമാൻ എം രാമകൃഷ്ണയ്യ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ് നബാർഡ്. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കർഷകരുടെ കുടിയേറ്റം എന്നതാണ്. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കർഷകരുടെ കുടിയേറ്റം എന്നതാണ്. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്, ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം, കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമാക്കിയത്, കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചത്, ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കുവാനുള്ള സൗകര്യങ്ങൾ കൂടുതലായി ലഭ്യമായത് എന്നിവ. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഒറീസ. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഒറീസ. രണ്ടാം സ്ഥാനം ജാർഖണ്ഡ്. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. നരസിംഹറാവു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരി. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രിയാണ് പങ്കജ് ചൗധരി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ്? നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരാണ് നിഫ്റ്റി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1992 ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ഈ സ്ഥാപനം 1993 ഏപ്രിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയി അംഗീകരിക്കപ്പെട്ടു. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശമാണ് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം എന്നത്. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശമാണ് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? PSC ഉത്തരസൂചിക പ്രകാരം ശരിയായത് ഓപ്ഷൻ എ ആണ്. 1, 3 ശരിയാണ്. നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ്.
നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട് എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏത്? താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് കർണാടക. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നിവ. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ബ്രിട്ടൻ. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടൻ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ലെന്നുമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെന്റ്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ നടപടിയിലൂടെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുക. നീക്കം ചെയ്യാനുള്ള പ്രമേയം പാർലമെന്റ് ഇരുസഭകളിലും ഏതെങ്കിലും ഒന്നിൽ ആരംഭിക്കാം. തുടർന്ന് പാർലമെന്റ് ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കും. അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ പാർലമെന്റ് ഇരുസഭകളിലും പ്രമേയം വോട്ടിങ്ങിനായി വെക്കും. പ്രമേയം പാസ്സായാൽ രാഷ്ട്രപതി ഉത്തരവിലൂടെ നീക്കം ചെയ്യും. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി വന്നതാണ് ഭാരതീയ ന്യായ സംഹിത. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി വന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയമം. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആണ് ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ പരിഗണിക്കുക. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ള ആയിരുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധിയിൽ നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എന്ന പ്രസ്താവന ശരിയാണ്. കാലക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം 1978. ജവഹർ റോസ്ഗാർ യോജന 1986 ഏപ്രിൽ 1. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന 2001 സെപ്റ്റംബർ 25. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം 2006 ഫെബ്രുവരി 2. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടർ ആണ് എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 3 വർഷമായിരിക്കും എന്നതാണ് ശരിയായ പ്രസ്താവന. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചെയർമാൻ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയുടെ പ്രസിഡന്റോ മേയറോ ആയിരിക്കും. ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അനുച്ഛേദം 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. അനുച്ഛേദം 243 കെ
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനുച്ഛേദം 243 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. ഇവിടെ എല്ലാം ശരിയാണ്. അഭയകിരണം, മാംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം എന്നിവ വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികളാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത്? കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. വയോജന സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു സമഗ്ര പാക്കേജാണ് സ്വയംപ്രഭ പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. നിർധനരായ വയോജനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോരക്ഷ. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നതും ബോഡി ക്ലോക്ക് അഥവാ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നതും. തലച്ചോറിൽ പൂർവ്വ മസ്തിഷ്കത്തിന്റെ ഉപരിഭാഗത്തായാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. മെലാട്രോണിൻ, സെറാട്രോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഇവ. താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ? താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ? വൈറ്റമിൻ ബി. വൈറ്റമിൻ B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B4 പിരിഡോക്സിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലമിൻ. ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ് വരിസെല്ല സോസ്റ്റർ. ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ് വരിസെല്ല സോസ്റ്റർ. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനമാണ് ഊർജം നൽകുക. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനമാണ് ഊർജം നൽകുക എന്നത്. 3R തത്വത്തിന്റെ ശരിയായ ക്രമം എന്താണ്? 3R തത്വത്തിന്റെ ശരിയായ ക്രമം കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക എന്നതാണ്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഡാഷ് ആണ്. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഡാഷ് ആണ്. ലിഗ്മെന്റുകൾ. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ആണ് ലിഗ്മെന്റുകൾ. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ. അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ. 112/2024 കാറ്റഗറി നമ്പർ PS നടത്തിയ ലബോറട്ടറി അറ്റൻഡന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാർട്ട് 2മായി വീണ്ടും കാണാം.